ഐഫോൺ എക്സസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഗോൾഡ് കളറിൽ, സിൽവർ കളറിൽ, ബ്ലാക്ക് കളർ, ഒരുപാട് ക്വാണ്ടിറ്റി സാധനം സ്റ്റോക്ക് ഉണ്ട്. ഷോപ്പിൻ്റെ വാറൻറ്റി നിങ്ങൾക്ക് 1 ഇയർ ഉണ്ടാവും. പിന്നെ ഇത് 11 Pro Max. പിന്നെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഫിനാൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. 12 128 GB. അതേപോലെ പിന്നെ 13 Pro. ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള സോഫ്റ്റ്വെയറിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഇവിടെ നിന്ന് ആക്കി തരും. 14 Pro ഫുള്ള് നോൺ ആക്റ്റീവ് വരുന്നത്. 15 Pro ഉണ്ട്, Pro Max ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മളെ തിരൂര് ഐലാൻഡിലാണ്. അപ്പോൾ ഇവിടെ ഐഫോണുകൾക്ക് ഏറ്റവും വിലക്കുറവിലും നല്ല ഒരുപാട് കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് സാധനത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഐഫോൺ എക്സസ് ഉണ്ട് നമ്മുടെ അടുത്ത്. ഗോൾഡ് കളറിൽ, സിൽവർ കളറിൽ, ബ്ലാക്ക് കളർ, ഒരുപാട് ക്വാണ്ടിറ്റി സാധനം സ്റ്റോക്ക് ഉണ്ട്. എല്ലാം കൂടി ഇതിൻ്റെ മേലേക്ക് ഏറ്റ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് 256 GB 90 അബോവ് ബാറ്ററി ഹെൽത്തുകളുണ്ട്. അതേപോലെ 85 അബോവിലും ഉണ്ട്. ഇത് പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 14,000 മുതൽ എക്സസ് എന്തുണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട്. അത് 90 അബോവ് പക്ക കണ്ടീഷനുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ 22,500 റേറ്റ് വരും. ഓക്കെ, വാറൻറ്റി നമ്മുടെ ഷോപ്പിൻ്റെ വാറൻറ്റി നിങ്ങൾക്ക് 1 ഇയർ ഉണ്ടാവും. അതിൽ 1 ഇയറിൽ 1 മന്ത്, അതായത് 1 മന്തിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് ആണെങ്കിൽ ഫോൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ 11 മാസം എന്തുണ്ടാവും, നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് സർവീസ് നിങ്ങൾക്ക് ചെയ്തു തരും. അങ്ങനെ 1 ഇയർ നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഷോപ്പിൻ്റെ വാറൻറ്റി ഉണ്ടാവും. ഇവിടുത്തെ ബില്ല് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി. പിന്നെ അതേപോലെ 11 Pro 11, ഇത് 11 Pro Max ആണ്. ഇത് 11 Pro, ഇത് 11 ഒക്കെ എല്ലാ കളേഴ്സും നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, അതേപോലെ വൈറ്റ് കളറ്, എല്ലാ കളേഴ്സിലും 11 സ്റ്റോക്ക് ഉണ്ട്. 11 256 GB ആണ്. ഇതാണെങ്കിൽ പ്രൈസ് വരെ 28,500. ഈ വാറൻറ്റി ഇപ്പോൾ നമ്മൾ 1 ഇയർ എന്ന് പറഞ്ഞത് എല്ലാ മോഡൽസിനും ഉണ്ടാവും. അതായത് എക്സസ് മുതൽ 15 Pro Max നോൺ ആക്റ്റീവ് എടുക്കുന്നവരെ എല്ലാവർക്കും എന്തുണ്ടാവും, ഈ 1 ഇയർ വാറൻറ്റി നമ്മൾ എന്ത് ചെയ്യും, ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരും. ഇത് പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 11 256 GB ആണെന്നുണ്ടെങ്കിൽ 28,500. അത് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ 11 തന്നെ ജസ്റ്റ് ആക്റ്റീവ് വരുന്നുണ്ട്. ഇത് യൂസ്ഡ് ആണ്. ഇതിൽ തന്നെ ജസ്റ്റ് ആക്റ്റീവ് വരുന്നുണ്ട്. ജസ്റ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരെ 32,000. ഓക്കെ, പിന്നെ അതേപോലെ 11 Pro ആണെന്നുണ്ടെങ്കിൽ നോൺ ആക്റ്റീവിന് വരെ 38. അതേപോലെ യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 32,500 11 Proക്ക് റേറ്റ് വരെ. ഓക്കെ, 256 GB അതേപോലെ ഇതിൻ്റെ 512 GB ആണെന്നുണ്ടെങ്കിൽ 35 പ്രൈസ് വരുന്നത്. ബാറ്ററി ഹെൽത്ത് 11 Pro 90 91 ആ റേഞ്ചിലേക്കാണ് ബാറ്ററി ഹെൽത്ത് വരുന്നത്. എക്സസ് ഒക്കെ എന്താ വെച്ചാൽ പിന്നെ ബാറ്ററി റീപ്ലേസ്ഡ് ആണ് വരുന്നത്. ഇപ്പോൾ ഇറങ്ങിയിട്ട് ഏകദേശം 5-6 വർഷത്തോളം ആയല്ലോ. അപ്പോൾ അത് ബാറ്ററി റീപ്ലേസ്ഡിലാണ് എക്സസ് വരുന്നത്. പിന്നെ ഇത് 11 Pro Max 256 GB ആണ്. 90 91 ഒക്കെ ബാറ്ററി ഹെൽത്ത് ഉണ്ടാവും. അത് റേറ്റ് വരുന്നത് ഏകദേശം 36,000 റേറ്റ് വരുന്നത്. പിന്നെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഫിനാൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. EMI സംവിധാനമുണ്ട്. അതായത് ബജാജിൽ നമുക്ക് ചെയ്യാം. അതേപോലെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് EMIയിലേക്ക് കൺവേർട്ട് ചെയ്തിടും. അത് 12 മാസം, ഇപ്പോൾ ചില കാർഡിനൊക്കെ 24 മന്ത് വരെ അത് കിട്ടലുണ്ട്. പിന്നെ സെക്കൻഡ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ബജാജിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സെക്കൻഡ്സ് ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നേരെ മറിച്ച് നിങ്ങൾ ഫ്രഷ് പുതിയ ഫോൺ ഏതെങ്കിലും എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 13, 14, 15, 14+, 15+, അങ്ങനെയൊക്കെ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നോ കോസ്റ്റിൽ 24 മാസം വരെ ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ, പിന്നെ 12 mini ഏറ്റവും സൈസ് കുറഞ്ഞ് വളരെ ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്. അടിപൊളി ഫോൺ, പർപ്പിൾ, അതെ. പിന്നെ ഗ്രീൻ കളർ, പിസ്ത പച്ച. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇപ്പോൾ 11 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളർ ഓപ്ഷൻസ് ഉള്ളത് ഇതിലാണ്. പക്ഷേ കാണാൻ ഒന്നും കൂടി അട്രാക്റ്റഡ് ആയിട്ടുള്ള കളറാണ് പർപ്പിളും ഗ്രീനൊക്കെ. 12 മിനിയിലൊക്കെ, 12 മിനിയിലും 12-ലൊക്കെ ഈ കളേഴ്സ് വരുന്നുണ്ട്. ഇത് റേറ്റ് വരുന്നത് 128 ആണെന്നുണ്ടെങ്കിൽ 28,000. അതേപോലെ 256 ആണെന്നുണ്ടെങ്കിൽ 30,000 പ്രൈസ് വരുന്നത്. എല്ലാത്തിനും EMI ചെയ്യാം. എക്സസ് മുതൽ 15 Pro Max വരെ നമുക്ക് EMI ചെയ്യാം. പിന്നെ 12 128 GB. ഇതെന്താ വെച്ചാൽ ബാറ്ററി സർവീസാണ്. ഇത് നമുക്ക് റേറ്റ് വരുന്നത് 25,000, 25 റുപ്യ.
ബാറ്ററി സർവീസ് ആണെന്നുള്ളൂ, വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ ഷോപ്പിൻ്റെ വാറണ്ടി കൊടുക്കാം. നിങ്ങൾ കസ്റ്റമർക്ക് ഇത് ബാറ്ററി മാറിയിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും ചെയ്യാം. അതെ, ഉള്ളത് കറക്റ്റായിട്ട് പറയും. പിന്നെ അതിൻ്റെ 12 Pro നമുക്ക് 5G സ്റ്റാർട്ട് ചെയ്യുന്നത് 12 mini മുതലാട്ടോ. 12 സീരീസ് മുതലാണ് ഐഫോണിൽ 5G സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പിന്നെ 12 Pro, അതും ഗ്രാഫൈറ്റ്, അതേപോലെ ബ്ലൂ കളറ് ഒക്കെ എല്ലാ കളേഴ്സും സാധനം സ്റ്റോക്ക് ഉണ്ട്. പിന്നെ 12 Pro Maxും. 12 Pro Max ഒക്കെ ആകെ ഒറ്റ പീസുള്ളൂ, പെട്ടെന്ന് പോകുന്ന മോഡലാണ് 12 Pro Max. ഇത് പിന്നെ ആളുകൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇവിടെ ഓരോരുത്തർക്ക് നമ്പർ എഴുതി മാറ്റി വെച്ചു. ഇപ്പോൾ ഈ വാച്ച് ബുക്ക് ചെയ്തതാണ്, ഇത് നമ്പർ എഴുതിക്കാണ്ട് നമ്മളെന്ത് ചെയ്യും, ഇവിടെ സാധനം മാറ്റി വെക്കും. പിന്നെ അതേപോലെ ഷോപ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും, അവർക്ക് എന്ത് ചെയ്യും, നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. അതുപോലെ നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഇതിപ്പോൾ ചാർജറാണ്, അതേപോലെ പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊറിയറായിട്ട് സാധനം അയച്ചു കൊടുക്കും. ആപ്പിൾ മാത്രമല്ല എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്, പക്ഷേ കൂടുതലായിട്ടും ചെയ്യുന്നത് ഐഫോണാണ്. പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ പേരും ഇവിടെ വരുന്നത് തന്നെ നമ്മളെ ഈ വാറൻറ്റി കണ്ടിട്ടാണ്, ഈ 1 year വാറൻറ്റി എടുക്കുന്നത്. അതെ, 2 ദിവസം, പിന്നെ ഒരാഴ്ച, പിന്നെ 1 മാസമൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ സാംസങ്ങിലൊക്കെ വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. ഇത് 12 Proൻ്റെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ 128 GB ആണെന്നുണ്ടെങ്കിൽ 38 പ്രൈസ് വരാം. 256 ആണെങ്കിൽ 42, 512 GB ആണെങ്കിൽ 44. പിന്നെ അതേപോലെ 12 Pro Max ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരാം 48,000, 256 GB, 90+ ബാറ്ററി ഹെൽത്ത്. ഇത് ബാറ്ററി റീപ്ലേസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ്, ഒന്നും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതേപോലെ പിന്നെ 13 Pro ഏറ്റവും കൂടുതൽ മൂവിങ്ങുള്ള ഫോണാണ്. സിനിമാറ്റിക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ 120 Hz ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റും സിനിമാറ്റിക്, ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സിനിമാറ്റിക്കിൽ വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഇതാണെങ്കിൽ പ്രൈസ് വരിക 256 GB ആണെന്നുണ്ടെങ്കിൽ 56,000 പ്രൈസ് വരിക. 512 GB ആണെന്നുണ്ടെങ്കിൽ 60,000 പ്രൈസ് വരിക. 90 above ബാറ്ററി ഹെൽത്ത് വരുന്നതിൽ ഈ 56 60 എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ കൂടെ ഗ്ലാസും കേസൊക്കെ ചെയ്തു തരും. എല്ലാം നമ്മൾ ഇവിടുന്ന് ചാർജറൊക്കെ നമുക്ക് എന്ത് ചെയ്ത് തരാൻ പറ്റും. 1 year വാറൻറ്റിയിൽ 1 monthനുള്ള കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു കസ്റ്റമർ വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ആകെ ഒരു 10 മിനിറ്റ് അവർ ഫോൺ നോക്കുള്ളൂ, കാര്യമായിട്ട് നോക്കുള്ളൂ, 10 മിനിറ്റ് നോക്കുള്ളൂ. ആ 10 മിനിറ്റ് കൊണ്ട് ഫോൺ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അറിയാൻ കഴിയില്ല. സിമ്മിട്ട് യൂസ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയും സർവീസ് വാറൻറ്റിയൊക്കെ നമുക്ക് തരുന്നത്. അഥവാ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, ഫോൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട കേസാണ്, കംപ്ലയിൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസ് കൊണ്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആണ്, കംപ്ലയിൻസ് വരാതിരിക്കാം. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ ഇവിടെ നിന്ന് ആക്കി തരും. പിന്നെ 13 Pro, പിന്നെ 13 ഫ്രഷാണ് വരുന്നത്. ഫ്രഷ് പീസ് വരുന്നത്. 13 ബ്ലൂ ഗ്രീൻ ബ്ലാക്ക്. ഇതിപ്പോൾ ഫിനാൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 month വരെ ഇപ്പോൾ ചെയ്യാനുള്ള നിലവിൽ ഓഫറുണ്ട്. 24 month വരെ ചെയ്യാൻ പറ്റും. അത് നോ കോസ്റ്റ്ലി, ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ പ്രൊസസിംഗ് ഫീസ് ആകെ 1000, 1200, 1500 ആ റേഞ്ചൊക്കെ ഇതിൻ്റെ പ്രൊസസിംഗ് ഫീസ് കാര്യങ്ങൾ വരുള്ളൂ. വേറെ എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളൊന്നും വരില്ല. ഇത് ഇപ്പോൾ നിങ്ങൾ റെഡി പേയ്മെൻറ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 49 പ്രൈസ് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 54,900 ഇതിൻ്റെ പ്രൈസ് വരിക. MRP GST പ്രൈസാണ് വരിക. ആണത് 14+, 128 GB, 90 above ബാറ്ററി ഹെൽത്തുള്ള. ഇത് USA സ്പെക്കാണ്, അതായത് ഫിസിക്കൽ സിമ്മല്ല വരിക, ഇ സിമ്മാണ് വരിക. ഇതാണ് ഇതിപ്പോൾ 128 GB ബാറ്ററി ഹെൽത്ത് കാണിച്ചു തരാം. ബാറ്ററി ഹെൽത്ത് 90 ബാറ്ററി ഹെൽത്തുള്ള 128 GB US M സീരീസ് USA സ്പെക്കാണ്. ഇത് ഇ സിമ്മാണ് വരിക, ഫിസിക്കൽ സിമ്മല്ല വരിക, ഇ സിമ്മാണ് വരിക. ഇ സിമ്മാണ് വരിക. ഇതിന് പ്രൈസ് വരുന്നത് 47. 14+, 128 GB, 90 above ബാറ്ററി ഹെൽത്തിൽ. ഓക്കെ. പിന്നെ അതേപോലെ 13 Proയിൽ നമ്മൾ 13 Pro Max പറഞ്ഞില്ല. 13 Pro Max 512 GB ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരിക 68. 256 GB ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരിക 65 പ്രൈസ് വരിക.
90+ ബാറ്ററി ഹെൽത്തിൽ തന്നെ. മാക്സ് പറയുമ്പോൾ എല്ലാവരും മാക്സ് എടുക്കുന്നത് എന്താ വെച്ചാൽ ചാർജ് നിൽക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്നത്, പേഴ്സണലി യൂസ് ചെയ്യുന്നത് മാക്സാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല, കയ്യിൽ പിടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഇത് ചാർജ് നിൽക്കുന്ന ആ വിഷയം കൊണ്ട് മാത്രമാണ്. പിന്നെ 14 Proയിൽ 256 വരുന്നുണ്ട്, ഇത് 512 GB വരുന്നുണ്ട്. ഇത് 256 ആണ്, ഇത് 512 GB ആണ്. ആപ്പിൾ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റിൽ വരുന്ന പുതിയ ഡിവൈസാണ്. ഇതിൽ 512 GB ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 80,000 ആണ്. ആ 80,000 നമുക്ക് ചാർജറും ഗ്ലാസും കേസും എല്ലാം ചെയ്ത് കൊടുക്കാം. അതേപോലെ 256 പർപ്പിളും വരുന്നുണ്ട്, ഗോൾഡും വരുന്നുണ്ട്. ഇത് രണ്ടും പ്രൈസ് വരുന്നത് 76,000 ആണ്. ഫുൾ കിറ്റ് വരുമ്പോൾ 77 നമുക്ക് ചെയ്ത് കൊടുക്കാം. ചാർജറൊക്കെ അടക്കം നമുക്ക് 77 ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ നോൺ ആക്റ്റീവ് 14 Pro ഫുള്ള് നോൺ ആക്റ്റീവ് വരുന്നത്. 14 Pro ഫുള്ള് നോൺ ആക്റ്റീവ് വരുന്നത്. ആകുമ്പോൾ 100% ബാറ്ററി ഹെൽത്തും ഉണ്ടാവും. ഫസ്റ്റ് യൂസറും കളിക്കാരം. പിന്നെ വാറൻറ്റീൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ വാറൻറ്റി എന്തുണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവും ചെയ്യും. പിന്നെ അതേപോലെ പിന്നെ വരുന്നത് 15, 15+, 15 Pro, 15 Pro Max. 15 ഇത് 11 മാസം ആപ്പിൾ വാറൻറ്റി ബാക്കിയുള്ള 100% ബാറ്ററി ഹെൽത്തുള്ള സാധനമാണ്. അതായത് ഏകദേശം ഒരു മാസത്തിന് താഴെ മാത്രം യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ്. 100% ബാറ്ററി ഹെൽത്തും ഉണ്ട്, സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്കാ നീറ്റായിട്ടുള്ള സാധനം. ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 60,000 ആണ്. ഇതിൻ്റെ പുതിയതിന് റേറ്റ് വരുന്നത് 74,900. 128 GB. ഇതിൻ്റെ പുതിയതാണെന്നുണ്ടെങ്കിൽ 15 പുതിയതാണെന്നുണ്ടെങ്കിൽ 74,900 ആണ്. ഫിനാൻസ് ചെയ്യുമ്പോഴുള്ള റേറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റെഡി പേയ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ബെസ്റ്റ് പ്രൈസിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റേറ്റ് വരുന്നത് 65 ആണ്. 65,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡി പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ തന്നെ 1 മന്ത് യൂസ്ഡാണിത്. ഇതിന് 60,000 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ 15+, ഇപ്പോൾ നമ്മൾ 13 Pro Maxൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് പ്ലസും. ഈ 14+ ആണെങ്കിലും 15+ കാണുന്നത്. എന്താ വെച്ചാൽ ഇതിനും മെയിൻ എല്ലാവരും ആവശ്യം ചാർജ് നിൽക്കാമെന്ന് വെക്കാം. ഇത് 15+, 256 GB ആണ്. ഏകദേശം 7 മാസത്തോളം വാറൻറ്റി ബാക്കിയുണ്ട്. 99% ബാറ്ററി ഹെൽത്തും. അതുപോലെ അറൗണ്ട് 100 ആണ് സൈക്കിൾ കൗണ്ട്, ചാർജിങ്ങിൻ്റെ സൈക്കിൾ കൗണ്ട് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 72,000 ആണ് കേട്ടോ. 256 GB ആണ്. 15 Pro ഉണ്ട്, Pro Max ഉണ്ട്. ഇത് നോൺ ആക്റ്റീവ് ഡിവൈസ് ആണ്. 15 Pro ആണെന്നുണ്ടെങ്കിൽ നോൺ ആക്റ്റീവിന് റേറ്റ് വരുന്നത് 89. ചാർജറൊക്കെ അടക്കമുള്ള പ്രൈസാണ്. ചാർജറും ഗ്ലാസും കേസൊക്കെ ഉണ്ടാവും. അതേപോലെ 15 Pro Max ആണെന്നുണ്ടെങ്കിൽ 99 ആണ് പ്രൈസ് വരിക, നോൺ ആക്റ്റീവ് ഡിവൈസ്. ഇതിൻ്റെ തന്നെ ഫ്രഷ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരിക 1 lakh ആണ് പ്രൈസ് വരുന്നത്. 15 Pro ആണെന്നുണ്ടെങ്കിൽ. Pro Max ആണെന്നുണ്ടെങ്കിൽ 1,08,000 കാണിച്ചു തരാം. ഇത് ഫ്രഷാണ്. ഇതാണെന്നുണ്ടെങ്കിൽ സീൽഡ് പാക്ക്, TDRS പാക്ക്. 256 GB ആണ്. 256 GB ആണ്. 15 Pro Max നാച്ചുറൽ ടൈറ്റാനിയം. ഇതാണെങ്കിൽ റേറ്റ് വരിക 1,08,000 രൂപയാണ് പീസ്. അതേപോലെ ഇതിൻ്റെ പ്രോ ആണെന്നുണ്ടെങ്കിൽ 1 lakh ആണ് പ്രൈസ് വരുന്നത്. ഇതിൽ തന്നെ യൂസ്ഡ് ആപ്പിൾ വാറൻറ്റി ബാക്കിയുള്ള ഡിവൈസ് ഉണ്ട്. ആപ്പിൾ വാറൻറ്റി ബാക്കിയുള്ള ഡിവൈസാണ്. ഇതാണെങ്കിൽ പ്രൈസ് വരെ 82,000 ആണ്. 92% ബാറ്ററി ഹെൽത്ത്, ഏകദേശം 1.5 മാസം ആപ്പിൾ വാറൻറ്റി ബാക്കിയുള്ള ഡിവൈസാണ്. 92%. ഇതിന് പ്രൈസ് വരുന്നത് 82,000 ആണ്. ഓക്കെ, എല്ലാത്തിനും ചെയ്ത് കൊടുക്കാൻ പറ്റും. EMI വരുമ്പോൾ ഇൻട്രസ്റ്റ് എക്സ്ട്രാ ആണ് വരാം. നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഫോണിൻ്റെ പ്രൈസാണ്. EMI ആകുമ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് മാറും. മീൻസ് റേറ്റ് മാറാൻ മീൻസ് ഫോണിൻ്റെ റേറ്റ് അല്ല, ഇൻട്രസ്റ്റ് ഉണ്ടാവും. അടവടച്ച് തീരുമ്പോൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ 82 ആണെന്നുണ്ടെങ്കിൽ അടവടച്ച് തീരുമ്പോൾ ചിലപ്പോൾ 88, 89, 90 ആ റേഞ്ച് വരെയൊക്കെ എത്തും അടവടച്ച് തീരുമ്പോൾ. പിന്നെ യൂസ്ഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ 11 മാസം 10 മാസം ആ ഒരു ടെണറാണ് കിട്ടുക, EMI ടെണറാണ് കിട്ടുക. പിന്നെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ 24 മന്ത് വരെ കിട്ടുന്നുണ്ട്. മീൻസ് ആക്സസറീസിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് എയർപോർട്ട് മാക്സ് ഉണ്ട്. ആപ്പിൾ സ്റ്റോറിൽ പോലും ഇല്ലാത്തതാണ്. ആപ്പിൾ എയർപോർട്ട് മാക്സ് ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരെ 52,000 ആണ് കാണിച്ചത്. ഇതാണെങ്കിൽ പ്രൈസ് വരുന്നത് 52,000 ആണ് ആപ്പിൾ എയർപോർട്ട് മാക്സ്. അതേപോലെ ഇത് മാജിക് മൗസാണ്, മീൻസ് മാക്കിൽ യൂസ് ചെയ്യുന്ന മൗസ്. ഇതാണെങ്കിൽ പ്രൈസ് വരുന്നത് 7,000 ആണ്.
ഇതൊക്കെ ആപ്പിളിൻ്റെ വാറൻറ്റി 1 ഇയർ ഉണ്ട്, സീൽഡ് പാക്കാണ് പൊട്ടിക്കാത്തത്. പിന്നെ അതേപോലെ മാജിക് കീബോർഡ്, ഐപാഡ്, iWatch സീരീസ് 9 ഉണ്ട്, SC ഉണ്ട്. SC 25,000 പ്രൈസ് വരുന്നത്. സീരീസ് 9 ഇന്ത്യൻ സ്പെക്കാണ്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോ കോസ്റ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇൻട്രസ്റ്റ് ഇല്ലാതെ. സീരീസ് 9 45,000 പ്രൈസ് വരുന്നത്. പിന്നെ ആപ്പിൾ ഐപാഡ് 10th Gen അതാണെങ്കിൽ 34,900 പ്രൈസ് വരുന്നത്. പിന്നെ ഐഫോൺ അല്ലാതെ വേറെ സാധനം ഉണ്ട്, ഗൂഗിൾ പിക്സൽ 5. പിക്സൽ 5 ആ, ഗൂഗിളിൻ്റെ ഫോൺ. ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 16,000 രൂപയാണ്. നല്ല മൂല്യങ്ങളാണ്. ഇനി ആകെ ഒറ്റ പീസ് വാങ്ങിക്കുള്ളൂ. പിന്നെ അതേപോലെ ഓപ്പോയിൽ റെനോ 80 ഇതാണെന്നുണ്ടെങ്കിൽ 14,000 പ്രൈസ് വരുന്നത്. കർവ് ഡിസ്പ്ലേ വരുന്ന 256 GB സ്റ്റോറേജ് ഉള്ള സാധനമാണ്. ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 14,000. പിന്നെ അതേപോലെ സാംസങ്ങിൻ്റെ നമ്മൾ ഐഫോണിൻ്റെ 13 എന്ന് പറഞ്ഞ പോലെയാണ് സാംസങ്ങിലെ S23 ഇതിലും AI ഇപ്പോൾ പുതിയ വന്നൊരു ഫീച്ചറാണ് സാംസങ്ങിൽ AI ഫീച്ചേഴ്സ്. അത് അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ആ AI ഫീച്ചർ നമുക്ക് നേരിട്ടും S23 കിട്ടും. ഇതിന് പ്രൈസ് വരുന്നത് 38,000, 128 GB. ഇതൊക്കെ പക്കാ ക്ലീൻ ഡിവൈസാണ്. പിന്നെ സാംസങ്ങിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സാധനം ഫോൾഡിങ് വരുന്നത് ഇത് Z Flip 4 ആണ്. ഇത് Z Flip 3 ആണ്. ഇത് 128 GB, 256 GB, 512 GB. ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്താ വെച്ചാൽ ഡെയിലി മാറും. ഈ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ പ്രൈസ് ഡെയിലി മാറും. ഇപ്പോൾ സാംസങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ വെച്ചാൽ പിന്നെ ഓരോ ഓഫേഴ്സ് ഓരോ 10 ദിവസം 5 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരും. ഇപ്പോൾ സാംസങ്ങിൻ്റെ S23 ഇതിൻ്റെ പുതിയതിന് നമുക്ക് പ്രൈസ് കഴിഞ്ഞ മാസം പ്രൈസ് വന്നിരുന്നത് 54,900. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 64,900. സാംസങ് അവർ ഓരോ ടൈമിൽ ഓരോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ പ്രൈസും വേരിയേഷനും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഐഫോണിൽ ഏറ്റവും കൂടുതൽ സെയിലാണ് ഫോൺ 13 Pro. 13 Pro പിന്നെ അത് കഴിഞ്ഞാൽ XSഉം. പറയുമ്പോൾ എല്ലാവരും 13 Pro 56,000 പ്രൈസ് ഉണ്ട്. അത് എന്തുകൊണ്ട് എത്ര മൂവിങ് ഉണ്ടെന്ന് ചോദിച്ചാലും XSന് 22,000 ഉള്ളൂ. എന്തുകൊണ്ട് അതാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ 14 Pro എടുക്കുന്ന ആൾക്കാരും 12 Pro എടുക്കുന്ന ആൾക്കാരും പലരും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 13 Proയിലേക്ക് മാറുന്നുണ്ട്. കാരണം ഈ 12 Proയിലെ ഫീച്ചേഴ്സ് 13 Proയിൽ കിട്ടുന്നുണ്ട്, 14 Proയിലുള്ള ഫീച്ചേഴ്സ് 13 Proയിൽ കിട്ടുന്നുണ്ട്. ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ. സ്റ്റെബിലൈസേഷൻ മാറ്റം. ഇപ്പോൾ 13 Pro 14 Pro ഒക്കെ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 48 മെഗാപിക്സലിൻ്റെ സെൻസർ വരുന്നുണ്ട്. 13 Proയിൽ വരുന്നത് 12 മെഗാപിക്സലിൻ്റെ സെൻസറാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. പക്ഷേ പെട്ടെന്ന് പോകുന്നത് 13 Pro 512 ഒന്നുള്ളൂ. അതെ, 13 Pro 512 ഒന്നുള്ളൂ. പിന്നെ അതേമാതിരി 256 ഒന്നുള്ളൂ. ബാക്കിയൊക്കെ മിഞ്ഞാന്ന് നമ്മൾ ഷബീർ ബ്രോൻ്റെ വീഡിയോ ഒന്ന് ചെയ്തപ്പോൾ ഏകദേശം 10-12 പീസ് ഇവിടെ ഉണ്ടായിരുന്നു. അതങ്ങനെയാണ്. അതെ. പിന്നെ എന്താ വെച്ചാൽ 13 Pro പലർക്കും XS ഒക്കെ ഗോൾഡ് കളർ തന്നെ വേണമെന്നുണ്ട്. പക്ഷേ 13 Proയിൽ സാധനം ഉണ്ടായാൽ മതി. എല്ലാവർക്കും ആ കളർ തന്നെ കിട്ടണമെന്നുണ്ട്. സാധനം നല്ല സാധനം കിട്ടിയാൽ മതി. നമ്മുടെ ഈ ഐഫോൺസും അതേപോലെ ഈ സാംസങ്ങിൻ്റെ യൂസ്ഡ് ഡിവൈസ് മാത്രമല്ല, നമുക്ക് ബ്രാൻഡ് ന്യൂ ഓപ്പോൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, റിയൽമീൻ്റെ പ്രൊഡക്റ്റ് വരുന്നുണ്ട്. പിന്നെ 24 Ultra ഒക്കെ 24 Ultra പുതിയത് TDRS സ്പെക്ക് ആണെന്നുണ്ടെങ്കിൽ 85,000 പ്രൈസ് വരിക. 256 GB 23 FE. അതുപോലെ തന്നെ സാംസങ്ങിലും MIയിലൊക്കെ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂർ പുഴുങ്ങുന്നാണ്. മീൻസ് തിരൂരിൽ നിന്നൊരു 5-6 കിലോമീറ്റർ മാറിയിട്ട് റെയിൽവേ മീൻസ് ട്രെയിൻ മാർഗം വരുന്നവരാണെന്നുണ്ടെങ്കിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ചമ്പ്രോട്ടം കവലക്കാട് ബസ് ഇറങ്ങിയിട്ട് പുഴുങ്ങുന്ന ഇറങ്ങിയാൽ മതി. നമ്മുടെ സ്റ്റോർ ഇവിടെ വരുന്നത്. അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മൾ തിരൂർ പുഴുങ്ങുന്നതാണ്. ഐലാൻഡ് ആണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനും കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.